ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുകാർ മഷി പുരട്ടി. കേരളത്തിന്റെ രാഷ്ട്രീയ വാർത്താ തലസ്ഥാനമായി കഴിഞ്ഞ 1.5 മാസം പാലക്കാട് മാറിയിട്ടും പോളിംഗ് ബൂത്തിലേക്കും വോട്ടിംഗ് മെഷീനിലേക്കും ആ ആവേശം സന്നിവേശിച്ചില്ല. ഇതുവരെ പുറത്തുവന്ന കണക്ക് പ്രകാരം 70% മാത്രമാണ് പോളിംഗ്. മാത്തൂരും കണ്ണാടിയിലും പിരായിരിയിലും കുത്തനെ കുറഞ്ഞിട്ടുണ്ട് വോട്ടുകൾ. ആര് നേടും ആര് വീഴും എന്നതിന്റെ കണക്ക് പുസ്തകം തുറക്കാനാകാത്ത അപ്രവചനീയത ഉണ്ട്. 3 നാളപ്പുറം മാത്രം പാലക്കാടൻ പാടത്തുയരുന്ന ചിത്രവും ചിരിയും ആരുടേതാകും? ചോദ്യം ഇതാണ്: ആരുറപ്പിച്ചു? ചർച്ചയിൽ അതിഥികളായുള്ളത് കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചാമക്കാലയാണ്, CPM-ൽ നിന്നും വി വസീഫാണ്, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് പി കൃഷ്ണദാസാണ്. അവരിലേക്ക് പോകും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് VS രഞ്ജിത്തിലേക്കും റോഷിബാലിലേക്കും പോകേണ്ടതുണ്ട്. രഞ്ജിത്ത്, രാവിലെ മുതൽ BJP കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന മൂത്താൻ തറയിലെ ബൂത്തുകളിലായിരുന്നു നേരത്തെ രഞ്ജിത്തുണ്ടായിരുന്നത്. അവിടെ നിന്നും പുറത്തു വന്ന കൃഷ്ണകുമാർ വൈകുന്നേരമായപ്പോഴേക്കും നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പതിവില്ലാത്ത വിധം ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റും ഇടുന്നു. യഥാർത്ഥത്തിൽ BJP ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്താണ്? രഞ്ജിത്തിലേക്ക് എത്താം. ഞാൻ റോഷിബാലിലേക്കാണ്. റോഷിബാൽ, ഇപ്പോൾ 70% കടന്നിരിക്കുന്നു. 2021 പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. 70 കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വീറും വാശിയും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലമൊന്നും കേരളം കണ്ടിട്ടില്ല. അത്രയധികം ആരോപണ പ്രത്യാരോപണങ്ങളും പരസ്പരം പോരിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള പ്രചാരണമായിരുന്നു. എന്നിട്ടും അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ റോഷി. സ്മൃതി, കഴിഞ്ഞ 1 മാസത്തിലേറെയായി പാലക്കാട് ഞാനുൾപ്പെടെയുള്ള റിപ്പോർട്ടറിന്റെ വലിയൊരു സംഘമുണ്ടായിരുന്നു. നമ്മൾ പാലക്കാട് ഈ പ്രചരണം മുഴുവൻ കണ്ടതാണ്. തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ 3 മുന്നണികളിലെ വിവാദങ്ങൾ, പിന്നീട് ഓരോ ദിവസവും വലിയ വാദപ്രതിവാദങ്ങൾ, ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാശിയേറിയ പ്രചാരണം, അത് അടിത്തട്ടിൽ ബൂത്ത് തലത്തിലൊക്കെ ഗൃഹസന്ദർശനമടക്കം പല തവണയാണ് ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ച അവരുടെ പ്രാദേശിക പ്രവർത്തകർ നടത്തിയത്. പക്ഷേ ആ ആവേശം ഈ പോളിംഗ് ദിനത്തിൽ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഓരോ മുന്നണികളും പറയുന്നത് ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണു എന്നാണ്. കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തകർ സംഘടിതമായി ഈ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്തി എന്ന ഒരു വാദമാണ് ഉയർത്തുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ 2 ഇടങ്ങളിൽ, വയനാട്, ചേലക്കര മണ്ഡലങ്ങളിലേതുപോലെ തന്നെ പോളിംഗ് ശതമാനം താരതമ്യേന പാലക്കാടും കുറയുന്നതാണ് കണ്ടത്. ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നത് പാലക്കാടാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ UDF-ഉം NDA-യും തമ്മിൽ മാത്രമായിരുന്നു പോരാട്ടമെങ്കിൽ ഈ തവണ അതിൽ LDF കൂടി കക്ഷിയായി ഒരു ത്രികോണ മത്സരത്തിന് പാലക്കാട് സാക്ഷ്യം വഹിച്ചു എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷേ ആ വാശിയേറിയ പ്രചാരണത്തിൻ്റെ ഒരു ചൂടും ചൂരുമൊന്നും ഇന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കണ്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഏതായാലും ഇനി കണക്ക് കൂട്ടലിൻ്റെ മണിക്കൂറുകളാണ്. ഇന്ന് രാത്രിയോടെ തന്നെ 3 മുന്നണികൾക്കും അവരുടെ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രവർത്തകരുടെ കണക്കുണ്ടാകും. ആ കണക്ക് വെച്ചാകും അവർ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുക. ഏതായാലും BJP നേരത്തെ തന്നെ ആ പ്രതീക്ഷ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞു. CPM നേതൃത്വം സ്വാഭാവികമായി കണക്ക് പരിശോധിച്ച് ഏതാണ്ട് 9:30-ഓടെ UDF-ഉം സമാനമായി തന്നെയാണ് 9:30-ഓടെ തന്നെ അവർക്ക് ലഭിച്ച കണക്കനുസരിച്ച് അവർ അവരുടെ വിജയപ്രതീക്ഷ പങ്കുവെക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഏറ്റവും വാശിയേറിയ, ഏറ്റവും വിവാദങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനാണ് പാലക്കാട് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. VS രഞ്ജിത്തിലേക്ക് കൂടി റോഷിബാൽ. രഞ്ജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പോൾ അവസാന കണക്ക് കൂട്ടലുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല പൊതുവെ. പക്ഷേ BJP വളരെ നേരത്തെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം?
സ്മൃതി, പ്രധാനമായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് എക്കാലത്തെയും ഒരു എ ക്ലാസ് മണ്ഡലമായി അവർ കണക്കാക്കുന്ന മണ്ഡലമായിരുന്നു പാലക്കാട്. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ശ്രീധരന് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത്. ഇക്കുറി പാലക്കാട്ടുകാരനായ കൃഷ്ണകുമാറിനെ കളത്തിലിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലം പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒന്നാമത്തെ ഘടകം. 1.5% വർധന ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുണ്ട്. അതിൽ തന്നെ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മൂത്താന്തറയിലും വടക്കന്തറയിലുമൊക്കെ നല്ല വോട്ട് പോൾ ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസം ബി.ജെ.പി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത്തത്, കോൺഗ്രസിന് നല്ല ലീഡ് കൊടുക്കുന്ന പിരിയാരി പഞ്ചായത്തിൽ അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതും ബി.ജെ.പി അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നു. അതോടൊപ്പം CPM ഇക്കുറി അവരുടെ കൃത്യമായ വോട്ടുകൾ പോൾ ചെയ്തു എന്നും CPM വോട്ടുകൾ സരിൻ പിടിച്ചു, അതുകൊണ്ട് അവിടെ CPM വോട്ടുകൾ UDFിലേക്ക് മറിഞ്ഞിട്ടില്ല എന്നുള്ളതും സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ക്രോസ് വോട്ടിംഗ് ആരോപണമുണ്ട്. ആ ക്രോസ് വോട്ടിംഗ് ആരോപണം ഇക്കുറി ബി.ജെ.പി മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് ക്രോസ് വോട്ട് നടക്കാത്തതുകൊണ്ട് കൃത്യമായി ബി.ജെ.പിയുടെ വോട്ട് ബി.ജെ.പിക്കും CPM വോട്ട് CPMനും UDF വോട്ട് UDFനും കിട്ടി. അതുകൊണ്ട് ഇത്തവണ ബി.ജെ.പി ജയിക്കും. മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ, അതായത് ബി.ജെ.പിക്ക് അനുകൂലമായ വോട്ടുകൾ ഇത്തവണ കൃത്യമായി പോൾ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ 4 ഘടകങ്ങൾ. ശരി, ഞാൻ അതിഥികളിലേക്ക് കിടക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വി വസീഫ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രചാരണ സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് 10,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പോളിംഗ് ശതമാനം നോക്കൂ, 70.51 എന്നുള്ളതാണ് അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ പ്രചാരണം നടന്നിട്ടും ഇത്രയും വാദപ്രതിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം, അത്ര ശക്തമായ മത്സരം നടന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത്? ഈ 10,000 മുതൽ 15,000 വരെ എന്ന അവകാശവാദം ഈ നിമിഷവും ഉണ്ടോ? സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 5 അക്കം കടക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇവിടെ കണക്കുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 8 മണിക്കാണ് ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 25, 48, 12, 60 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ 60 മണിക്കൂർ കൂടി കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ആ 60 മണിക്കൂറിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും എന്ത് തരത്തിലുള്ള അവകാശവാദം വേണമെങ്കിലും മുന്നോട്ട് വയ്ക്കാം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും താഴെത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് തന്നെ നടന്നെടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഡീലിമിറ്റേഷന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ റോഷിപ്പാലൊക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ. ബി.ജെ.പിയെ സംബന്ധിച്ച് എങ്ങനെയാണ് എ ക്ലാസ് ആകുന്നതെന്ന് എനിക്കറിയില്ല. 2ാം സ്ഥാനത്ത് വന്നാൽ എ ക്ലാസ് ആകുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംസ്ഥാനത്ത് UDFനും LDFനും എല്ലാ സീറ്റുകളും എ ക്ലാസ്സായി മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ലല്ലോ എൻ്റെ വിഷയം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, 3 തെരഞ്ഞെടുപ്പിലും കൃത്യമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും അത് പിടിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ പിന്നെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് ജയിക്കാനാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ശ്രീധരൻ്റെ വ്യക്തിത്വത്തെ കുറച്ച് കാണുകയും എന്നാലിപ്പോൾ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 60 മണിക്കൂർ കഴിയുമ്പോൾ ബോധ്യപ്പെടും. ഇവിടെ വസ്തുതകൾ വളരെ കൃത്യമാണ്. ഇവിടെ എല്ലാ അർത്ഥത്തിലും ബി.ജെ.പിയും CPMഉം ഒത്തുചേർന്ന് നിന്നിട്ട് പോലും ഇത്തവണ ബി.ജെ.പിക്കും CPMനും ജയിക്കാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 1.5% വോട്ട് ഷെയർ കൂടിയെന്നിരിക്കട്ടെ, ഈ 1.5% നിങ്ങൾ ബി.ജെ.പിക്ക് കൊടുത്തുള്ളൂ. എത്ര ശതമാനം എത്ര വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്? 1% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1400, 1500 വോട്ടാണ്. അപ്പോൾ 1.5% വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ പിന്നെ 2000 വോട്ടോളം വരട്ടെ. പിരാരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന നേരിയ ചില വ്യത്യാസങ്ങൾ, അത് 1%, പിരാരി നിങ്ങളെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 6000 വോട്ടിലേറെ ഭൂരിപക്ഷത്തിൽ നിങ്ങളെ സഹായിച്ച സ്ഥലങ്ങളാണ്. 2021 അത് 77.79% പോളിംഗെങ്കിൽ ഇപ്പോൾ നോക്കൂ അത് 69.78% പിരാരിയിൽ വന്നിരിക്കുന്ന ഈ കുറവിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? യഥാർത്ഥത്തിൽ പിരാരിയാണ് നിങ്ങളെ രക്ഷിച്ചിരുന്നത്, അവിടെ ഇപ്പോൾ കുറയുന്നത്. പിരാരി കുറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? കുറഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ.
പിരായിരി ഫൈനലായിട്ടുള്ള നമ്മുടെ വോട്ട് ഷെയർ വരട്ടെ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വരട്ടെ. ഇപ്പോൾ നമ്മൾ വീടുകളിൽ പോയി ചെയ്യിച്ച ഒരു 0.5% വോട്ടുകളുടെ കണക്ക് കൂടി വരാനുണ്ട്, ഉൾപ്പെടെ ഒരുപാട് വോട്ടുകൾ കണക്കൂട്ടി വരാനുണ്ട്. ഫൈനൽ വരട്ടെ. ഫൈനൽ വരുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങളുടെ വോട്ടുകൾ പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അവിടെ LDF സംബന്ധിച്ച് ഇത്തരത്തിൽ അവസരവാദപരമായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ, പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൻ്റെ പേരിൽ CPMന് കുറച്ച് വോട്ടുണ്ടല്ലോ ഈ പിരാരിയിലും കണ്ണാടിയിലും മാത്രമില്ലുമൊക്കെ. ആ വോട്ടുകളാണ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. CPMനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. 2011 35% വോട്ടുണ്ടായിരുന്നത് പതിയെ 2021 ആയപ്പോഴത്തേക്കും 25% വോട്ടിലേക്ക് എത്തി. അതായത് 10.22, കൃത്യമായി പറഞ്ഞാൽ 10.22% വോട്ടിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം 25% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 20-നോട് അടുത്ത് നിൽക്കും. 20 എൻ്റെ കണക്കൂട്ടലാണെങ്കിൽ 20-നും 22-നും ഇടയ്ക്ക് ആ പോൾ പെർസെൻറ്റേജ് ടോട്ടൽ ഷെയറിൻ്റെ 20-നും 22% ഇടയ്ക്കായി മാത്രമായി CPMൻ്റെ ചുരുങ്ങും. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ജയിക്കാൻ കഴിയും. CPMൻ്റെ വോട്ടുകൾ ഇപ്പോൾ പലതും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കണക്കൂട്ടലിൽ ഞങ്ങൾ ചെയ്യിക്കേണ്ട വോട്ടുകൾ ഞങ്ങൾ കൃത്യമായി ചെയ്യിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആകെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് എന്താണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ, ശ്രീ ചാമക്കാല? ഞാനതാ പറഞ്ഞത്, പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യിക്കേണ്ട, ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകളെ സംബന്ധിച്ച് പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ കൃത്യമായി ചെയ്യിച്ചിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ CPMൻ്റെ അണികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMന് ലഭിക്കേണ്ട കുറേ വോട്ട് ഷെയർ ഇപ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായി ഞങ്ങൾ വിലയിരുത്തുന്നു, കണക്ക് കൂട്ടുന്നു. ഞങ്ങളുടെ ചെയ്യിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ അത് ചെയ്യിച്ചിട്ടുണ്ട്. മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം പ്രതീക്ഷയുണ്ട്. ഇവിടെ താങ്കളുടെ റിപ്പോർട്ടർമാരും താങ്കളൊക്കെ സൂചിപ്പിച്ചല്ലോ, പിന്നെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു എല്ലാം ജയിച്ചു എന്ന്. അദ്ദേഹം നേരിട്ട് നിയന്ത്രണം നടത്തിയെന്നൊക്കെയാണ് എന്താ പറയുന്നത്, നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ പറഞ്ഞത്. റോഷിപ്പാലിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കാം. അദ്ദേഹം ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു, LDF കൂടി കക്ഷിയായി എന്നുള്ളതാണ്, മൂന്നാമതൊരു കക്ഷി കൂടി സജീവമായി വന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വരട്ടെ, അത് നമ്മൾ 23-ാം തീയതി സംസാരിക്കാം, റിസൾട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കൃത്യമാണ് കാര്യങ്ങൾ. ഇവിടെ CPMനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അവരുടെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊള്ളട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 6 തവണ വീതം എല്ലാ വീടുകളിലും കയറിയിറങ്ങിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി എല്ലാ വീടുകളിലും കയറുക, തിങ്കളാഴ്ച രാത്രി ബൂത്ത് തലത്തിലുള്ള അവലോകനം നടത്തുക, ചൊവ്വാഴ്ച മണ്ഡലതല അവലോകനം നടക്കുക, ബുധനാഴ്ച നിയോജകമണ്ഡലതല അവലോകനം നടക്കുക, വീണ്ടും അതേ പ്രോസസ് ആരംഭിക്കുക. അങ്ങനെ 6 തവണ ഞങ്ങൾ വീടാന്തരം കയറിയിറങ്ങി. ഞങ്ങൾക്ക് ചെയ്യിക്കേണ്ട വോട്ടുകളെല്ലാം ജയിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. താങ്കൾ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നെങ്കിൽ അദ്ദേഹം എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് സ്മൃതി ഒന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന് വിലയിരുത്താൻ കഴിഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണക്കുകൾ കൊണ്ടുള്ള കളി തന്നെയാണ്. ഞങ്ങൾക്ക് ഈ കളിയിൽ കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങൾക്കുണ്ടാകുന്ന ആ മേൽക്കൈ ഇപ്രാവശ്യവും ഞങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് വലിയ മാർജിനോട് തന്നെ ഇത്തവണയും വിജയിക്കാൻ കഴിയുമെന്ന പരിപൂർണമായ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോഴും എന്താ പറയുന്നത്, 60 മണിക്കൂറുകൾക്കപ്പുറം എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ റിയലിസ്റ്റിക്കായി സംസാരിക്കേണ്ടതുണ്ട്. എല്ലാവരെ സംബന്ധിച്ച് വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കേണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഇത്തവണ മുൻകാലങ്ങളിലെ പോലെ തന്നെ വിജയിക്കുവാൻ കഴിയും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 5 അക്ക ഡിജിറ്റിലേക്ക് തന്നെ കടക്കും. 10,000-ന് മുകളിൽ 15,000-ലധികം വോട്ടിന് ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നേതാക്കന്മാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ പറയുകയും ചെയ്യും. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, എന്താണ് BJPയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഈ ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നത്, കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പോളിംഗ് ശതമാനം ആകെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭയിലെ പോളിംഗ് ശതമാനം 70.23 ആയിരുന്നു 2021-ൽ. 2024 ആകുമ്പോൾ 70.12%. ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നഗരസഭയിൽ പോളിംഗ് ശതമാനം ഉയർന്നത് BJP ആണ് തുണയ്ക്കുന്നത് എന്ന വിലയിരുത്തലിലേക്ക് നിങ്ങൾ എത്തുകയാണോ? സ്മൃതി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ മറ്റ് 2 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും വിവാദങ്ങൾ തുടരെയായി ഒഴിയാതെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. ആ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ, എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും
BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരള നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ, അത് പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾക്കെതിരായി ശബ്ദിക്കാനുള്ള ഒരു അവസരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ കാണുകയാണ്. അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJPക്കെതിരായി കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ ഘട്ടത്തിലും BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക, BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തത് ഞങ്ങളാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പുറത്തുനിന്ന് ശ്രീ K. മുരളീധരനെ കൊണ്ടുവന്ന് അവിടുത്തെ MP-യെ മാറ്റി നിർത്തി അവിടെ UDF തങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ചർച്ചയുണ്ടാക്കി. BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. LDF സമാനമായി UDFനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ ഒരു തരത്തിലും BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ ചർച്ചകളുമെല്ലാം സംഘടിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ ഒരു തരത്തിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയത്. ഇവിടെയും UDFും LDFും ഒരുമിച്ച് ചേർന്ന് BJPയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വശം നോക്കിക്കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഏതാണ്ട് സമാനമായി BJP സ്ഥാനാർത്ഥിയെ കോർണർ ചെയ്തുകൊണ്ട്, BJP പ്രവർത്തകരെ കോർണർ ചെയ്തുകൊണ്ട്, BJPയുടെ രാഷ്ട്രീയത്തെ കോർണർ ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക, BJP പരാജയപ്പെടുമെന്ന് നിരന്തരമായി പ്രചരണങ്ങൾ നടത്തുക, BJP സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ജനങ്ങളോട് പറയുക, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ BJPക്ക് അനുകൂലമായി രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, 3 തവണയായി ലോകസഭയിൽ BJP ജയിച്ചു വരുന്ന സാഹചര്യം, പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി ഇവിടെ ഇന്ത്യ സഖ്യം ജയിച്ചു വരുമെന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നത്, അതെല്ലാം തിരുത്തിക്കൊണ്ട് BJPക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യം. ഈ പാലക്കാട് സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ തരത്തിൽ നടത്താനാവുക? കാരണം 2021 ലീഡാണ് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അന്ന് 6238 വോട്ടിൻ്റെ ലീഡ് BJPക്കുണ്ട്. അപ്പോൾ അവിടെ മത്സരിച്ചത് E. ശ്രീധരനാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ 497 വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മാനദണ്ഡമാവുക? സ്മൃതി, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വോട്ടിംഗ് പാറ്റേൺ. കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പാലക്കാട് സീറ്റിൽ BJP ജയിക്കും, ബഹുമാനപ്പെട്ട ശ്രീ E. ശ്രീധരൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള സാഹചര്യമുണ്ടായപ്പോൾ LDFിൻ്റെ ഏതാണ്ട് 12,000-13,000 വോട്ടുകൾ, LDFിൻ്റെ നേതാക്കന്മാർ തന്നെ തുറന്ന് സമ്മതിക്കുകയല്ലേ, അവരുടെ വോട്ടുകൾ സ്വാഭാവികമായി അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് N ബ്ലോക്കായി UDFിന് അനുകൂലമായി, സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഒരു പ്രത്യേക ചിന്താഗതിയോടുകൂടി BJPയെ പരാജയപ്പെടുത്തണമെന്ന ചിന്താഗതിയോടുകൂടി E. ശ്രീധരൻ ജയിച്ചു വരാൻ പാടില്ല എന്നുള്ള മുൻവിധിയോടുകൂടി എടുത്തിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനുള്ള സാഹചര്യമുണ്ടായത്. പാർലമെൻറ്റിൽ വന്നപ്പോൾ അതിൻ്റെ സാഹചര്യത്തിന് വ്യത്യാസമുണ്ട്. കാരണം കോൺഗ്രസ് പാർലമെൻറ്റിൽ ജയിച്ചു വരാൻ പോകുന്നു എന്ന് കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുള്ള പ്രചരണം, കോൺഗ്രസ്സാണ് ഉണ്ടാകേണ്ടത് പാർലമെൻറ്റിൽ ദേശീയ തലത്തിൽ എന്നുള്ളത് UDFിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന LDFിൻ്റെ രാഷ്ട്രീയ നയം. അപ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമെങ്കിലും അവിടെ BJP പാർലമെൻറ്റിൽ വരാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് LDFിൻ്റെ അണികൾക്കുണ്ട്. അവർ സ്വാഭാവികമായും LDFിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാകും, അത് UDFിന് അനുകൂലമാകും. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്വാഭാവികമായി നടക്കുന്ന പാറ്റേണുമാണ്, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രത്യേകത, BJPയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചു എന്നുള്ളതിനേക്കാൾ BJPക്ക് വലിയ സ്വാധീനമില്ല, BJPക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുകയും LDFിന് UDFിന് തങ്ങൾക്ക് തനതായിട്ടുള്ള വലിയ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്ന പഞ്ചായത്തുകൾ, അത് പിരായിരിയാണെങ്കിലും മാത്തൂരാണെങ്കിലും കണ്ണാടിയാണെങ്കിലും അവിടെയെല്ലാം അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അത് LDFിൻ്റെ വോട്ടാവട്ടെ UDFിൻ്റെ വോട്ടാവട്ടെ, അവിടുത്തെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികളിലും മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആരിൽ നിന്ന് പോയാലും എവിടെ നിന്ന് പോയാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള BJPയുടെ ശബ്ദമുണ്ടാകണമെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് അത് ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങൾ BJPക്ക് അനുകൂലമായി കാണും.
അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ഞാൻ വസീഫിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വസീഫ്, ഇപ്പോൾ പോളിംഗ് ശതമാനം 70.12% കാണുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? അങ്ങനെ വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ തുണച്ച ഘടകങ്ങൾ എന്താണ്? അല്ല, ഞങ്ങൾ ഉറപ്പിച്ച് തന്നെയാണ് തുടക്കം മുതൽ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വട്ടിയൂർക്കാവ് ആവർത്തിക്കുക തന്നെ ചെയ്യും എന്ന നിലക്കാണ് ഞങ്ങൾ സംസാരിച്ചത്. തുടക്കം മുതൽ ഞങ്ങളത് പറയുകയാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ പി സരിൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി വന്നത് ഈ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ മണ്ഡലത്തിൽ നേരത്തെ ഞങ്ങൾ സംസാരിച്ചതാണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയിലൂടെ അല്ലെങ്കിൽ സരിൻ ഡ്രൈവ് ചെയ്യുന്നതിലൂടെ വരേണ്ട ഒരു ഗതികേടായിരുന്നു UDF ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ UDFൻ്റെ നേതൃത്വം DCC ഒക്ടോബർ മാസം 15-ാം തീയതി UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് തന്നെ AICCക്ക് കത്തയച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് പറ്റാത്ത സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അവരുടെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയെ ഇവിടേക്ക് കെട്ടിയിറക്കിയതിന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്ന് ബോധപൂർവം അറിയിക്കുകയാണ്. അല്ലെങ്കിൽ ആ കത്ത് നമുക്ക് കിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കത്ത് അയക്കുകയുമില്ലല്ലോ. അത് ബോധപൂർവമായിട്ടുള്ള അവരുടെ ഒരു സന്ദേശമായിരുന്നു. അത് ഈ ജനങ്ങൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുത്തൊരു സന്ദേശമായിരുന്നു. അതുമുതൽ ഇങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും ഫൈനൽ കണക്കിലേക്ക് എത്തുമ്പോൾ പിരായിരി പഞ്ചായത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടേതെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിരായിരിയിൽ മാത്രമല്ല, മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്തൂരിൽ നോക്കൂ, 2021 83.41 ആയിരുന്നെങ്കിൽ അത് 69.29 ആയിരിക്കുന്നു. കണ്ണാടിയിലും അതെ 68.42 ആയിരിക്കുന്നു. അതെ, കുറച്ചുകൂടെയൊക്കെ വരും. അതാ ഞാൻ പറയുന്നത് സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർക്ക് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു രീതി അറിയുന്നവർക്കറിയാം. ഞങ്ങൾ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച എല്ലാ വോട്ടുകളും അവിടെ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടേതല്ലാത്ത വോട്ടുകൾ, അതായത് UDF വോട്ടുകളാണ് അവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ ആ സ്റ്റാറ്റസ് കോ നിലനിന്നതാണ്. പിരായിരി പഞ്ചായത്തിൽ നമുക്കറിയാം 6800 ഏകദേശം 7000 അറൗണ്ട് വോട്ട് ലീഡ് ചെയ്യാൻ സാധ്യത UDF കഴിഞ്ഞ തവണ ലീഡ് ചെയ്ത പഞ്ചായത്തിലാണ്. വലിയ വോട്ടിൽ കുറവ് വരുന്നു. അതോടൊപ്പം ഈ കണ്ണാടിയിൽ ഞങ്ങളാകെ 500-600 വോട്ടിന്റെ ലീഡ്, അങ്ങനെ ഒരു ചെറിയ ലീഡ് ചെയ്യുന്ന പിരായിരിയിൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു 8% കുറവാണ് ഇപ്പോൾ കണക്കുകൾ പ്രകാരമാണെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 1500 വോട്ട് കുറയും. അതൊരു വലിയ കണക്കായി നമുക്ക് പറയാൻ പറ്റും. ഒരു 1500 വോട്ട് കുറഞ്ഞാൽ അങ്ങ് പരാജയം എന്ന രൂപത്തിലേക്ക് വിലയിരുത്താമോ? അല്ല, ഒരു 10-32,000 വോട്ടിന്റെ, ഒരു 3000 വോട്ടിന്റെ കുറവ് വരും സ്മൃതി. 3000-ഓളം വോട്ടിന്റെ കുറവ് വരും. 3000-ഓളം വോട്ടിന്റെ 69.78% എന്ന് പറയുമ്പോൾ 8% എന്ന് പറയുമ്പോൾ 1500 എന്നാണ് എൻ്റെ ഒരു കണക്ക്. ശരി, നിങ്ങളുടെ കണക്കൂട്ടൽ 8% വരുമ്പോൾ 1500 ആയിരിക്കില്ല. അറൗണ്ട് 2500-3000 വരുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ്, കുറയും എന്നാണ് നമ്മളൊരു കാൽക്കുലേഷനിൽ വന്നത്. ഏതായാലും അത് കുറയും, അത് പൂർണ്ണമായി അവരുടെ കുറയുന്നതാണ്. അതോടൊപ്പം മറ്റു പഞ്ചായത്തുകളിലും UDF അനുകൂല വോട്ടുകളാണ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. നോക്കൂ, 40,000-ഓളം വരുന്ന ന്യൂനപക്ഷ വോട്ടുണ്ട്. അതിൽ ഒരു ഭാഗം നിങ്ങൾക്കും കിട്ടിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ, നിങ്ങൾ അവസാനം നൽകിയ പത്രപരസ്യമടക്കം, അത് പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം, അതൊക്കെ എങ്ങനെയായിരിക്കും വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക? പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അദ്ദേഹത്തെ ഞങ്ങൾ എന്ത് പറയണം? അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് എന്ത് തെറ്റായുള്ളത്? അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാത്തതാ? ഈ KM ഷാജിയെ പോലെയുള്ളവർ സമസ്ത വിഭാഗത്തിൻ്റെ നേതൃത്വത്തെ, അതിൻ്റെ പ്രധാനപ്പെട്ട തങ്ങന്മാരെ എത്ര മോശപ്പെട്ട പദപ്രയോഗം ഉപയോഗിച്ച് ആക്ഷേപിക്കാറുണ്ട്? എത്ര പ്രസംഗങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട്? സമസ്തയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ? ഈ KM ഷാജിയെ നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ KM ഷാജിമാർ പറയുന്നതിനനുസരിച്ചാണോ ജനങ്ങൾ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പത്രപരസ്യം നൽകിയത് ഉദ്ദേശിച്ച കാര്യം അത് സാധ്യമായിട്ടുണ്ടോ? കാരണം ജിഫ്രി തങ്ങളുടെ അടക്കം പ്രതികരണം അവസാനം വന്നത് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും
ജിഫ്രി തങ്ങൾക്ക് പരസ്യമായിട്ട് അങ്ങനെയല്ലാതെ ഒരു തങ്ങൾക്ക് സാദിഖ് അലി തങ്ങളെപ്പോലെ രാഷ്ട്രീയം പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്, അദ്ദേഹം ഏത് രീതിയിൽ ചിന്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്. അവരുടെ ആ വിഭാഗത്തിനിടയിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ മനസ്സെന്താണ് എന്നുള്ളത്. ആർക്കാണ് ഇങ്ങനെ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന വംശീയ കലാപത്തിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോകുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്ന ഒരാളെ അങ്ങനെ എളുപ്പത്തിൽ, അതും ഇതുവരെ ഈ നിമിഷം വരെ RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തെറ്റാണ്, അത് മനുഷ്യത്വരഹിതമാണ്, അത് മതനിരപേക്ഷതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ്, വെല്ലുവിളിയാണ് എന്നുള്ളൊരു അഭിപ്രായം പോലും ഈ നിമിഷം വരെ പറയാത്ത സന്ദീപ് വാര്യറാണ്. ആ സന്ദീപ് വാര്യരുടെ ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എല്ലാം ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതിൽ എന്താ തെറ്റ്? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങൾക്കെതിരെ പള്ളികളുടെ മുമ്പിൽ നിന്ന് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അവരെ ആ ജനവിഭാഗത്തെ ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും അതുപോലെ സംഘപരിവാരത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ ബോധിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമില്ലേ? ഞങ്ങളതിന് ശ്രമിച്ചു, അത് വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഒരു തർക്കവും ഇല്ല. ഇവിടെ വട്ടിയൂർക്കാവ് പോലെ നേമത്ത് ഞങ്ങൾ വിജയിച്ചതുപോലെ ഞങ്ങൾ ഇവിടെ വിജയിക്കും. BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന K. സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. പതിവില്ലാത്ത വിധത്തിൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോളിംഗ് കഴിഞ്ഞ ഉടനെ ഇടണമെങ്കിൽ BJPക്കും ചില കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നാണല്ലോ. അപ്പോൾ BJPയുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അത് സരിനൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സരിൻ പറഞ്ഞു, ഷാനിബ് പറഞ്ഞു, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാലക്കാട് മണ്ഡലത്തിലെ നിരവധി നേതാക്കന്മാർ പറഞ്ഞില്ലേ, 10ഓളം പേര് കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തെറ്റായ ചെയ്തികളെ കുറിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് BJPയുമായിട്ടൊരു ഡീലുണ്ട്, ആ ഡീല് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ആ ഡീലിൽ ഇവിടുത്തെ നേതൃത്വം മാത്രമേ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന നേതൃത്വം മാത്രമേ നിന്നിട്ടുണ്ടാവുകയുള്ളൂ. അല്ലാതെ സാധാരണ ജനങ്ങൾ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളൊന്നും സുരേന്ദ്രൻ വിചാരിച്ചെടുത്തൊന്നും വോട്ട് ചെയ്യില്ല. അവർ ഡോക്ടർ പി സരിനെ ഇത്തവണ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നുകൂടി കണക്കാക്കുന്നുണ്ടോ? സർക്കാരിന്റെ വിലയിരുത്തലായി മാറിയിരിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിനെയും മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഭരണത്തെയും ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെയും ഈ കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ അവസരവാദ നിലപാടിനെയും BJPയുടെ വർഗീയ നിലപാടിനെയും ഒക്കെ ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തിയിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുക. ആ വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്ന് അവർ വളരെ കൃത്യമായി നടത്തി. ഓരോ മനുഷ്യരും അവരുടേതായ താല്പര്യവും ചിന്തയും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് അവരെന്ത് ചെയ്യും? വോട്ട് ചെയ്യും. ആ വോട്ട് LDFന് അനുകൂലമാകും. അപ്പോൾ ഈ പോളിംഗ് ശതമാനം എന്തുകൊണ്ടായിരിക്കാം കുറഞ്ഞത് വസീഫ്? അതിൽ ഈ കോൺഗ്രസിനോടുള്ള UDFനോടുള്ള വലിയ അതൃപ്തി, ഇവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അതൃപ്തി, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ തെറ്റായ നീക്കത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം, ഇതൊക്കെ മനമടുത്ത് അവർ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നതാകാം. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്കാണ് ഞാൻ ഇടവേളയ്ക്ക് ശേഷം അത് അറിയേണ്ടത്. കാരണം പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDFനെ തുണച്ച ചരിത്രമാണ് പാലക്കാടിനുള്ളത്. അപ്പോൾ കുറഞ്ഞപ്പോൾ അത് UDFന് എതിരായ വികാരമാണോ എന്ന ആരോപണം, ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി നൽകണം. വലിയ രീതിയിലാണ് വോട്ടർമാർ മാറി നിന്നിട്ടുള്ളത്. 1,94,706 വോട്ടർമാരിൽ 1,37,302 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. പോൾ ചെയ്ത കണക്കാണ് ഞാൻ പറയുന്നത്. 57,404 വോട്ടിൻ്റെ വ്യത്യാസം. ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന കണക്ക്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഇപ്പോൾ ഈ കണക്കുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തത്, ഏറ്റവും അധികം ആരോപണങ്ങൾ നേരിട്ടത് ഈ വോട്ടെടുപ്പ് ദിവസം അവസാന മണിക്കൂറിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്നിട്ടും ഈ പോളിംഗ് ശതമാനം ഇത്രയേ ആയുള്ളൂ എന്നുള്ളത് എന്തിൻ്റെ സൂചനയായിരിക്കാം? സാധാരണഗതിയിൽ നിങ്ങൾക്ക് പോളിംഗ് ശതമാനം കൂടുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണല്ലോ മണ്ഡലത്തിന്. ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, 2021 താങ്കൾ ഈ പറഞ്ഞ മാത്തൂർ പഞ്ചായത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണ് താങ്കളുടെ കൈവശം കണക്കുണ്ടോ? 2021 മാത്തൂരിലെ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്ന് താങ്കളുടെ കൈവശം കണക്കുണ്ടോ? ഒരു മിനിറ്റ്.
2021 77.79. സോറി, അത് പിരായിരിയാണ്. മാത്തൂരിൽ 83.41. 83.41 മാത്തൂർ 83.41 2021. അതെ. താങ്കൾ ഇപ്പോൾ പറയുന്നത് 69% വോട്ട് മാത്രം. താങ്കൾ പറയുന്നത് 69.291% വോട്ട് മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് താങ്കളുടെ അവകാശവാദം. എനിക്കിപ്പോൾ ഈ മാത്തൂരിലെ ചുമതലയുള്ള ഡോക്ടർ കെ തുളസി, അവർ അധ്യാപികയാണ്. അവർ എനിക്ക് ഓരോ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയിട്ടുള്ള റെക്കോർഡിക്കലായി അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള കണക്കുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 22 ബൂത്തുകളുള്ളതിൽ 16 ബൂത്തുകളിലെ കണക്കിൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ 16 ബൂത്തുകളിലെ കണക്കിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 79%. 76%. ഇനി 6 ബൂത്തുകളിലൂടെ വരാൻ മാത്തൂരിൽ മാത്രം എനിക്ക് കിട്ടിയ 16 ബൂത്തുകളിൽ 7 ബൂത്തുകളിൽ 80% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. 2 ഈ 16 ബൂത്തിൽ 2 ബൂത്തുകളിൽ മാത്രമാണ് 75-ൽ താഴെ ഉള്ളത്. ബാക്കി 14 ബൂത്തിലും 75% അതിൽ കൂടുതലോ ഉണ്ട്. അതിൽ 80-ന് മുകളിലുള്ള 7 ബൂത്തുകളുണ്ട്. എന്ന് പറയുമ്പോൾ ആവറേജ് 80% വോട്ട് ഇപ്പോഴും അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് വോട്ടിംഗ് മെഷീനിൽ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകളുടെ കണക്ക് മാത്രമാണ്. ഇത് ഔദ്യോഗിക രേഖയാണ്. ഇതിനപ്പുറത്തേക്ക് വീടുകളിൽ പോയി വോട്ട് ചെയ്യിച്ചിട്ടുള്ള നിയമനത്തിൽ അങ്ങോളം ഇങ്ങോളം 750-ലധികം വോട്ടുകൾ 85 വയസ്സ് കഴിഞ്ഞവരെ വീട്ടിൽ പോയി ചെയ്യിച്ചിട്ടുണ്ട്. 6% അത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകൾക്ക് അടിസ്ഥാനമില്ല എന്ന് മാത്രമേ ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരട്ടെ. പെർസെൻറ്റേജിനെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു വരട്ടെ. ഞാനിപ്പോൾ പറഞ്ഞത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള രേഖകളുടെ പിൻബലത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്തൂരിലേക്ക് 80%-ഓളം വോട്ട്, ഇപ്പം 79% എൻ്റെ കൈവശമുണ്ട്. ബാക്കിയുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീടുകളിൽ പോയി ചോദിച്ചു. അപ്പോഴും നിങ്ങൾ പറയുന്ന കണക്ക് എത്രയാണെന്ന് മാത്തൂരിലെ മാത്രമേ ഉള്ളൂ. കണ്ണാടിയിലെ കണക്കുണ്ടോ? അല്ല, ഞാൻ ബാക്കിയെടുക്കാം സമയമുണ്ടല്ലോ. നോക്കൂ സ്മൃതി, ഞാനിത് ഓരോന്നും കണക്ക് കൂട്ടിയത് ഈ ചർച്ചയ്ക്കിടയ്ക്ക് ഇരുന്നുകൊണ്ടാണ്. ഞാനൊരു എക്സാമ്പിൾ താങ്കളുടെ മുമ്പിൽ സൂചിപ്പിച്ചു മാത്രം. കണക്കുകൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ. എനിക്ക് കിട്ടിയ കണക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കിട്ടിയ ചെറിയ മാറ്റമല്ലേ താങ്കൾ പറയുന്നത്? അല്ലല്ല, അങ്ങനെ പറയാം. പ്ലീസ് ആയിക്കോട്ടെ, ചെറിയ മാറ്റമല്ല. പിന്നെ സ്മൃതി, 10%-ലധികം വോട്ടിന്റെ വ്യത്യാസമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പറഞ്ഞ 69.41 ഞാൻ പറഞ്ഞത് 16 ബൂത്തുകളിലെ ആവറേജ് എടുത്തപ്പോൾ തന്നെ എനിക്ക് 79% വോട്ട് ഷെയർ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 80-ലേക്ക് എത്തും. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പോൾ പെർസെൻറ്റേജിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഞാനത് താങ്കളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാനിന്ന് ഇത് പറഞ്ഞിട്ട് പോകാനാവില്ലല്ലോ. 78% കൂടുതൽ അല്ലെങ്കിൽ 79% കൂടുതൽ പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് എന്നോട് ചോദിക്കാമല്ലോ. അപ്പോൾ ഞാനത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് ഷെയർ അല്ലെങ്കിൽ ആരും പോൾ ചെയ്യാതിരിക്കത്തില്ലല്ലോ. എല്ലാവരുടെയും സ്വാഭാവികമായിട്ട് കുറവുണ്ടാകും. പിന്നെ ചില പ്രദേശങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്നതിനപ്പുറത്തേക്ക് വലുതായിട്ടൊന്നും സംഭവിക്കും. ഏതായാലും ഇതിനകത്തുണ്ടാകുന്ന വോട്ടുകൾ വേണമല്ലോ 3 പ്രധാന മുന്നണികൾക്കും വീതം വയ്ക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ നടന്നുള്ള പിന്നെ പോൾ പെർസെൻറ്റേജിനെ സംബന്ധിച്ചും അവിടെ കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറിനെ സംബന്ധിച്ചും ഒക്കെ നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനതാ പറഞ്ഞത്, നമ്മളിങ്ങനെ ധൃതി പിടിച്ച് വളരെ പിറകിലായി പോയി പോൾ പെർസെൻറ്റേജ് അത് ബാധിക്കുന്നത് മുഴുവൻ UDF-നെയാണ് എന്നൊന്നും സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മിനിറ്റ് ശ്രീ ചാമക്കാല, ഈ പോളിംഗ് ശതമാനം എന്ന് ഇപ്പോൾ നിലവിലുള്ള കണക്ക് ഇനിയും മാറാൻ സാധ്യതയുണ്ട് എന്ന് കൂടിയല്ലേ താങ്കൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ 70.51% എന്നുള്ളത് ഇനിയും മാറാം അല്ലേ? ഉറപ്പായി മാറണമല്ലോ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണക്കിൻ്റെ അടിസ്ഥാനമായി നിങ്ങൾ പറഞ്ഞിരുന്നത് മാത്തൂരിൽ 69% വോട്ട് പോൾ ചെയ്തുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. താങ്കളെ തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. 69.21 താങ്കൾ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ കൈവശമുള്ള കണക്കനുസരിച്ച് ഔദ്യോഗികമായി ഞങ്ങൾക്ക് അക്കൗണ്ട് തന്നതനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ തന്നിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത്. 15 ബൂത്തിലേ എനിക്ക് ആവറേജ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ, അതിൻ്റെ ആവറേജും എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏതായാലും അതിൻ്റെ കണക്ക് വരട്ടെ. നിങ്ങൾ ഈ പറയുന്ന കണക്കല്ല യഥാർത്ഥം, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇവിടെ ചർച്ചയെല്ലാം സരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതെ, സരിൻ്റെ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ ചർച്ച. പിന്നീട് നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നു DYFI നേതാവേ? നിങ്ങളുടെ നീല ട്രോളി ബാഗ് കൊണ്ടുവന്നില്ലേ? എന്തേ നിങ്ങളൊരു FIR പോലും എടുത്തില്ല? എന്തേ നിങ്ങൾ ആ ആരോപണത്തിൽ നിന്ന് ഒളിച്ചോടി? എന്തേ നിങ്ങളുടെ നേതാക്കന്മാർക്കെല്ലാം വിരുദ്ധ അഭിപ്രായം ഉണ്ടായി ആ വിഷയത്തിൽ? മാത്രമല്ലോ DCCയുടെ ഭാഗത്തുനിന്ന് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നേതാക്കന്മാരെല്ലാം ആണല്ലോ ഈ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമുണ്ടെന്നേ.
വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ അതിനകത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി. ഇവിടെ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് വിട്ടുന്നതായിട്ട് താങ്കൾക്കറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായെന്ന് അറിയാമോ? ശ്രീ വി കെ ശ്രീകണ്ഠനാണ്. നിങ്ങൾ ഈ പറയുന്ന കത്തിനകത്ത് ഒപ്പിട്ടതിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെയാണല്ലോ. ശ്രീ വി കെ ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിൽ ചെയർമാനായിരുന്നുകൊണ്ട് ഇലക്ഷൻ ഏജൻറ്റായി ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ ഉൾപ്പെടെ വളരെ സജീവമായി ഈ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാർ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഞങ്ങൾ പാർട്ടിയോട് പറയാറുണ്ട്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ പിന്നെ മൈക്ക് വെച്ചിട്ടല്ലോ പറഞ്ഞത്. ഞങ്ങൾ പാർട്ടിയിൽ അറിയിക്കാറുണ്ട്. പാർട്ടി തീരുമാനം എടുത്തതിന് ശേഷം ആരെങ്കിലും വിരുദ്ധമായി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് പമ്പര വിഡിത്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ കഴിവിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിക്കുന്നത് ഞങ്ങൾ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തനിയാവർത്തനം ഇവിടെയും ഉണ്ടാകും, ചേലക്കരയിലും ഉണ്ടാകും. ഒന്നായി തർക്കം വേണ്ട. വയനാട്ടിൽ പിന്നെ നമ്മൾ പറയുകയും വേണ്ട. സന്ദീപ് വാര്യരുടെ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പരസ്യം, ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത ആ പരസ്യം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടിച്ചു എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഈ 60 മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇനി 59 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ നിലപാട് ഈ BJPയേക്കാൾ വലിയ അവസരവാദികളായി നിങ്ങൾ മാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, BJPയിൽ നിന്നൊരു നേതാവ് കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇത്ര വിരൽ കൂടുന്നത്? നിങ്ങൾ എന്തിനാണ് BJPയുടെ നേതാക്കന്മാർ ഇത്തരത്തിലൊരു സപ്ലിമെൻറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം പത്രത്തിൽ അവർക്ക് ജന്മഭൂമിയിൽ ഇത്തരത്തിലൊരു സപ്ലിമെൻറ്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലാകും. CPMൻ്റെ നേതൃത്വത്തിൽ അത് സുപ്രഭാതത്തിലും സിറാജിലും BJPയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിൽ പോയതിനെ സംബന്ധിച്ച് ആ BJPക്കാരനെ ആക്ഷേപിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പത്രപരസ്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? BJPയുടെ B ടീമായി CPM പ്രവർത്തിച്ചു എന്നല്ലേ? BJPക്ക് വേണ്ടിയല്ലേ നിങ്ങൾ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആ രീതിയിൽ CPMൻ്റെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നിങ്ങൾ ആരെയൊക്കെയാണോ ടാർജ് ചെയ്തിട്ടുള്ളത് അവരെല്ലാം വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങളുടെ പിന്നിൽ അണിചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കം വേണ്ട. പിന്നെ ഡീലിനെ സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നത് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഡീലിനെ കുറിച്ച് BJPയുടെ പ്രതിനിധിയും അതുപോലെ CPMൻ്റെ പ്രതിനിധിയും പറഞ്ഞു. BJPയുടെ പ്രതിനിധി പറയുന്നത് എന്താ? CPMൻ്റെ പ്രതിനിധി പറയുന്നത് എന്താ? ഞങ്ങളും BJPയും തമ്മിൽ ഡീലുണ്ട്. അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങളും CPM തമ്മിൽ ഡീലുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പിന്നെ CPM ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെങ്കിൽ ഞാൻ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു, നിങ്ങൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അങ്ങനെയാണോ? നിങ്ങൾ CPMൻ്റെ വോട്ട് മേടിച്ചിട്ടാണോ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്? CPMന് മുനിസിപ്പാലിറ്റിയിൽ പിന്നെ കൗൺസിലർമാരുടെ എണ്ണം തുച്ഛമാണല്ലോ. അവിടെ CPMുമായിട്ടുള്ള ബാന്ധവത്തിൻ്റെ പുറത്താണോ ജയിക്കുന്നത്? അപ്പോൾ വസ്തുതകളായി കണ്ട് സംസാരിക്കൂ. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, 3 മുന്നണികളും മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ A ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. നമ്മൾ വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിട്ട് കാര്യമില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും 2ാം സ്ഥാനത്ത് ആര് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കണക്കുകളുടെ പിൻബലത്തോടുകൂടി സംസാരിച്ചാൽ BJPയാണ് മുൻകാലങ്ങളിൽ അങ്ങനെ വന്നിട്ടുള്ളത്. പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നു, എൻ്റെ ഉപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ 96 വരെ നിങ്ങൾക്ക് 2006 വരെ നിങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. KK ദിവാകരൻ MLA ആയിരുന്നു, ശരിയാണ്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയിട്ടുണ്ട്. BJP മെല്ലെ നടന്നെടുത്തു. BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഡീലിമിറ്റേഷന് ശേഷം ഞങ്ങൾക്ക് ശ്രീധരൻ ഇവിടെ മത്സരിച്ചപ്പോൾ 4% വോട്ട് ഷെയർ കുറഞ്ഞു എന്നതൊഴിച്ചാൽ CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലുമായിട്ട് 10.22% വോട്ടിൻ്റെ ഷെയർ കുറവുണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ജയിക്കും, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേട്ടു UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊക്കെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം വന്നു നിന്നിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? പിന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നതും കേട്ടു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വസ്തുതകളായല്ലോ. ആ വോട്ടെണ്ണി തിട്ടപ്പെടുത്തിയാൽ മതിയല്ലോ. അത് നമുക്ക് കാത്തിരിക്കാം. ആ വോട്ടെണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, രാഹുൽ മാങ്കൂട്ടം 5 അക്ക ഭൂരിപക്ഷത്തിൽ 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ശരി, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇപ്പോൾ 9ാം തവണത്തെ പരീക്ഷണവും പാളിയാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമല്ലേ? ജനങ്ങൾ എത്രയോ കാലമായി UDFനെയും LDFനെയും മാറി പരീക്ഷിച്ച് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ കണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിരന്തരമായി ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJPക്കെതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനും രാഷ്ട്രീയപരമായി നിലപാടുകൾ സ്വീകരിക്കാനുമുള്ള അവസരവും സാഹചര്യവുമല്ലേ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരേ ആളെ വെച്ച് തന്നെ നടത്തുന്ന പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിച്ചത്.
അങ്ങനെ ഒരാൾ മാത്രമല്ലല്ലോ. ബി ജെ പിക്കകത്ത് എത്രയോ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാലക്കാട് മണ്ഡലങ്ങളിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു, ഇ ശ്രീധരൻ മത്സരിച്ചു, എത്രയോ ആളുകൾ ബി ജെ പിക്കകത്ത് മത്സരിച്ചിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും ആ തെരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പാണോ വരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിയുന്ന സുപരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, അത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, അപ്പോഴത്തെ പൊതുവായിട്ടുള്ള നിലപാടുകൾ, സാഹചര്യങ്ങൾ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടല്ലേ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയെ ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണ്? ഇടതുമുന്നണിയിൽ നിന്നാണോ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി? അവർക്ക് വന്നു കയറിയ സ്ഥാനാർത്ഥിയല്ലേ. അവിടുത്തെ തർക്കങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും കാരണം കൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കഴിയാതിരുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് വീണ് കിട്ടിയ അവസരത്തിൽ കിട്ടിയ സ്ഥാനാർത്ഥിയല്ലേ അവർ വെച്ചിട്ടത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അങ്ങനെ പല നിലപാടുകളും പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനനുസരിച്ച് ആളുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറുണ്ട്. അതൊക്കെ അവരുടെ തീരുമാനം, അവരുടെ നടപടികൾ, അവരുടെ നിലപാടുകൾ, അതൊക്കെ നടന്നോട്ടെ. ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പൊതുവായി കേരളത്തിൽ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ തുറന്നു കാട്ടാനുള്ള അവസരമായിരുന്നു. ആ അവസരത്തെ ഞങ്ങൾ നല്ലപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തലങ്ങളിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഈ ഏറ്റവും അടിയന്തരമായി നടക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് വഖഫ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ, പാലക്കാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ, അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ ബജറ്റിൻ്റെ കാര്യത്തിലെല്ലാം അവിടുത്തെ MLA ആണെങ്കിലും MP ആണെങ്കിലും സ്വീകരിക്കുന്ന നിലപാടുകൾ, നേരത്തെ ഉണ്ടായിരുന്നവർ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു നയാ പൈസ പോലും MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും എല്ലാം മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് വേണ്ടി കൊടുക്കാത്തതെല്ലാം അവിടുത്തെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും വസ്തുതകൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അല്ല സ്മൃതി, അത് ശരിയല്ല. സ്മൃതി എന്താ ശരിയല്ലാത്തത്? റോങ്ങായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താ ശരിയല്ലാത്തത്? എന്താ റോങ് ആയിട്ടുള്ളത്? അല്ലല്ല തെറ്റാണ്. അല്ല ഞാൻ നിങ്ങൾ റോങ് ആയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. അല്ല ഞാൻ നിങ്ങൾ റോങ് ആയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയോ? അല്ല ഞാൻ നിങ്ങൾ റോങ് ആയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയോ? അങ്ങനെ വേണ്ടെന്ന് അല്ല നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഞങ്ങളത് കേട്ടുകൊണ്ടിരുന്നില്ലേ? ഞാനത് കേട്ടുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ നിങ്ങളോട് ഈ കാര്യത്തിൽ തർക്കിക്കാനില്ല. അല്ല ഞാൻ നിങ്ങളോട് ഈ കാര്യത്തിൽ തർക്കിക്കാനില്ല. ഞാൻ എന്റെ സമയത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. വേഗം പൂർത്തിയാക്കോളൂ ശ്രീകൃഷ്ണ. പറഞ്ഞോളൂ, വസീഫിലേക്ക് കൂടെ പോകണം. അല്ലല്ല നിങ്ങൾക്ക് പറയാനല്ലല്ലോ, എനിക്ക് പറയാനുള്ള സമയം തന്നതല്ലേ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പോയത്. താങ്കൾ പറയൂ. അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിവരക്കേട് എന്താ പറയണമെന്നുള്ള ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞോളൂ, അതിനകത്ത് എനിക്ക് യാതൊരു വിരോധമില്ല. ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാ സമയത്തും ജയിച്ചു വന്നിട്ടുള്ള എല്ലാ സമയത്തും ജയിച്ചു വന്നിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. ജനങ്ങളെ സംബന്ധിച്ച്, പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ രണ്ട് മുന്നണികളും എടുക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ആളുകൾ BJPക്ക് അനുകൂലമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളുടെയും പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്ത് ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന ഒത്തുകളി ഉണ്ടല്ലോ, ഒത്തുകച്ചവട രാഷ്ട്രീയം. ആ ഒത്തുകച്ചവട രാഷ്ട്രീയത്തിനെതിരായി രണ്ട് മുന്നണികൾക്കുമെതിരായി ശബ്ദിക്കാനുള്ള, ആളെ സൃഷ്ടിക്കാനുള്ള, MLA സൃഷ്ടിക്കാനുള്ള, പ്രതിനിധിയെ സൃഷ്ടിക്കാനുള്ള അവസരമാണ്. അതവർ വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയും BJPക്കില്ല. BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു അണുവിട പോലും ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. 3.32% വോട്ടാണ് 2021 കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ എത്ര വോട്ടിന് എന്ന് കൂടി ഇപ്പോൾ ഇനി പറയാമല്ലോ, നേരത്തെ പറഞ്ഞിരുന്നില്ല. അല്ല, ഞാനിവിടെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്. ഈ ജ്യോതികുമാർ ഇവിടെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല, വളരെ ഐക്യത്തിലാണെന്നാണ് പറഞ്ഞത്. DCC AICCക്ക് അയക്കുന്ന കത്ത് പരസ്യ കത്താണോ? ഇവർ പത്രങ്ങളിലൂടെ കൊടുക്കുന്ന കത്താണോ ഇത്? എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്? അതുപോലെ തന്നെയല്ലേ പെട്ടിയുടെ കാര്യവും? 50 മീറ്റർ ദൂരത്തേക്ക്, അവിടെ താമസിച്ച ആളാണല്ലോ സ്മൃതിയും, 50 മീറ്റർ ദൂരത്തേക്ക് 3 കാറ് മാറിക്കയറേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നത്? 11:30 11:40 ആ ഹോട്ടലിൽ
അല്ല ഞാൻ പറയട്ടെ അല്ലെ FIR ഒക്കെ ഇടുന്ന അല്ലെ FIR ഒക്കെ ഇടുന്നതിന് അതാ പറഞ്ഞത് പോലീസ് ഇവരെ വേട്ടയാടുന്നില്ല. പോലീസ് ഇവരെ വേട്ടയാടുന്നില്ല. ന്യായമായി അന്വേഷിച്ച് FIR ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, ഇതിന്റെ ഒരു അവ്യക്തത പോലീസിന് തെളിവുകൾ കിട്ടുന്ന സാഹചര്യത്തിൽ അവർ FIR ഇടും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ വ്യാജ ID കാർഡ് കേസിൽ ഇപ്പൊ ഇതാ അതിന്റെ ഫൈൻഡിങ്സിലേക്ക് എത്തുന്നു. ഇങ്ങനെ തന്നെയാണ് ഇവർ വളരെ വിദഗ്ധമായിട്ടാണ് തട്ടിപ്പ് നടത്താറ്. അല്ല തെളിവുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊന്ന് പറയണല്ലോ, ഈ 50 മീറ്റർ ദൂരത്തേക്ക് എന്തിനാ 3 കാറുകൾ അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ, ഞാൻ നിങ്ങൾ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ അല്ല അതിലേക്കാ വരുന്നത്. ഇവര് പറഞ്ഞു പോയതുകൊണ്ടാ പറയുന്നത്. വോട്ടെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പരിശോധിക്കേണ്ടത്. പോയിട്ട് ഒന്നരക്ക് തിരിച്ചു വന്ന ആളാണ് ആരൊക്കെ? ഷാഫി പറമ്പിലും ജ്യോതിയും ശ്രീകണ്ഠനും. ശരി, അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണെങ്കിൽ വസീഫ് ഇപ്പോൾ സരീം പറയുന്നു 70,000 വോട്ട് കിട്ടുമെന്ന്. അതെ, സരീം പറയുന്നു 70,000 വോട്ട് കിട്ടുമെന്ന്. അതെങ്ങനെയാണത്? വീടിന്റെ അടിയിൽ നിന്ന് പണം കിട്ടിയല്ലോ, നമ്മൾ കണ്ടല്ലോ. അതൊക്കെ കള്ളക്കണക്കിനാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നേ. പിന്നെ ദേശാഭിമാനിയിൽ കൊടുത്തില്ല എന്നാ പറയുന്നത്. അല്ല, ദേശാഭിമാനിയിൽ നിന്ന് ഈ സ്മൃതിക്ക് ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് അവര് ജ്യോതികുമാറില്ലല്ലോ. ഇവിടെ ജ്യോതിയും അല്ല, അതല്ല ഞാൻ വോട്ടിന്റെ കണക്കല്ല ഇവിടെ പറഞ്ഞതിന്റെ മറുപടി എനിക്ക് പറയണ്ടേ. ദേശാഭിമാനിയിൽ പരസ്യം കൊടുത്തില്ല. ദേശാഭിമാനിയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്കെതിരെയുള്ള അവരുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള കണ്ടന്റ് തന്നെയാണ്. എല്ലാ ദിവസവും ഇന്നും വരുന്നത് ദേശാഭിമാനിയിൽ വന്നത് എന്താണെന്നറിയോ? എന്റെ സ്വത്ത് RSSന് തന്നെ സന്ദീപ് വാര്യർ, അതാ വന്നത് ദേശാഭിമാനിലെ ഫ്രണ്ട് പേജിൽ. എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? നിങ്ങൾക്ക് ഈ സന്ദീപ് വാര്യരോട് RSSനെതിരെ പൊതുയോഗങ്ങളിൽ തുടർച്ചയായി RSSന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിപ്പിക്കാൻ സാധിക്കോ? നിങ്ങൾക്ക് സാധിക്കോ? ഗാന്ധിയെ കൊന്നതിനെ കുറിച്ചും കാശ്മീരിലെ പാവപ്പെട്ടവരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ ഈ സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചുമെല്ലാം അദ്ദേഹത്തിന്റെ വംശീയ വിദ്വേഷം ഉണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റുകൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞതായിരുന്നു. ഒരു കള്ളമല്ല ഡിലീറ്റ് ചെയ്തതാണ്. നിങ്ങളുടെ കോൺഗ്രസ്സുകാരായിട്ടുള്ള സോഷ്യൽ മീഡിയ നെഞ്ചത്ത് കൈവച്ച് ജ്യോതികുമാറിന് പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് ഇതാണ് എന്തൊരു കഷ്ടമാണ് ജ്യോതിയുടെ ഒക്കെ ഒരു കാര്യം. ഇത്ര അപമാനിതനാകരുത്. നിങ്ങളുടെ വോട്ട് 70,000 ആകുന്നതിനെ കുറിച്ച് പറയാൻ ഏതായാലും വസീഫ് തയ്യാറല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സരിന്റെ അവകാശവാദമായിരുന്നു. പച്ചക്ക് ശരി, നമുക്ക് സമയമില്ല. കതറിട്ടവന് എങ്ങനെ സാധിക്കുന്നത്? ഫേക്ക് ആണെന്ന് പറയാൻ എങ്ങനെയാ സാധിക്കുന്നത്? ഈ എത്ര വോട്ട് എന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഒരു പ്രതിഷേധ സമരം നടത്തി ചാമക്കാലക്ക് ഈ സമൂഹത്തെ വിഭജിക്കുന്ന രാഷ്ട്രീയമില്ല എന്ന് കരുതുന്നവരാ ഞങ്ങള്. നിങ്ങളുടെ ഉറപ്പെനിക്കില്ല. നിങ്ങളുടെ ഉറപ്പുണ്ടല്ലോ. വ്യക്തിപരമായിട്ടല്ല, ഒരു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് സന്ദീപ് മുന്നോട്ട് വെച്ചത്. നാണമില്ലാതെ നിങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എത്രത്തോളം പാലക്കാട് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ ഇനി നേരത്തെ ചാമക്കാല പറഞ്ഞതുപോലെ ഇനി 59 മണിക്കൂറേ ബാക്കിയുള്ളൂ. നമുക്ക് അപ്പോൾ പറയാം. ഏതായാലും കണക്കുകളോട് വസീഫ് പ്രതികരിച്ചില്ല. അതിൽ എനിക്കൊരു വിഷമമുണ്ട്. കണക്കുകളോട് വസീഫ് പ്രതികരിച്ചില്ല. നമുക്ക് സമയം കഴിയുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വി വസീഫ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.